Hi dear students, today's topic conversion of fractions and decimals. ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെയും ഡെസിമൽ നമ്പേഴ്സിൻ്റെയും യൂസസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫ്രാക്ഷൻ നമ്പേഴ്സ് ഒരു ഹോൾ തിങ്ങിനെ പാർട്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഫ്രാക്ഷൻ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ 1/2, 3/5 എക്സെട്ര. ഇങ്ങനെയാണ് ഫ്രാക്ഷൻ നമ്പേഴ്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. ഡെസിമൽ നമ്പേഴ്സ് ഒരു സയൻറ്റിഫിക് ഡാറ്റയുടെ അക്യുറേറ്റ് മെഷർമെൻറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ഡെസിമൽ നമ്പേഴ്സ് യൂസ് ചെയ്യുക. വെയ്റ്റും ഹൈറ്റൊക്കെ മെഷർമെൻറ്റിൽ, വെയ്റ്റ് ആൻഡ് ഹൈറ്റ് മെഷർമെൻറ്റ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2.5 kg അല്ലെങ്കിൽ 35.6 സെൻറ്റിമീറ്റർ എന്നൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡെസിമൽ പോയിൻറ്റോടുകൂടി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡെസിമൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെയും ഡെസിമൽ നമ്പേഴ്സിൻ്റെയും കൺവേർഷനാണ്. ഫസ്റ്റ് വൺ, ഫ്രാക്ഷൻ നമ്പേഴ്സിനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഫ്രാക്ഷൻ നമ്പേഴ്സിനെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അതിനു മുമ്പ് ഒരു ഫ്രാക്ഷൻ നമ്പർ, ഒരു 1/2 എന്ന് പറയുന്ന ഫ്രാക്ഷൻ നമ്പറിലെ മുകളിലുള്ള നമ്പറിനെ പറയുന്ന പേരാണ് ന്യൂമറേറ്റർ. ഓക്കെ, മുകളിലുള്ള നമ്പർ ന്യൂമറേറ്റർ, താഴെയുള്ള നമ്പർ ഡിനോമിനേറ്റർ. അപ്പോൾ ഒരു ഫ്രാക്ഷൻ നമ്പറെ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ന്യൂമറേറ്റർ വാല്യൂവിനെ ഡിനോമിനേറ്റർ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ 1/2 ആണ്. അപ്പോൾ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2ൻ്റെ ടേബിളിൽ 1 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോഷ്യൻ്റെ പൊസിഷനിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ അകത്തൊരു 0 ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 10 ആയി. ഇനി 10ൽ 2 എത്ര ടൈംസ് പോകുമെന്ന് നോക്കാം. അപ്പോൾ 5 2s are 10. അപ്പോൾ 5 2s are 10. മൈനസ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0 വന്നു. അപ്പോൾ ആൻസർ ഇവിടെ എന്ത് കിട്ടി? 0.5. അപ്പോൾ 1/2ൻ്റെ ഡെസിമൽ നമ്പർ, ഫ്രാക്ഷൻ നമ്പറായിട്ടുള്ള 1/2ൻ്റെ ഡെസിമൽ നമ്പർ 0.5 ആണ്. അതിനെ നമുക്ക് 0.5 എന്നും എഴുതാൻ പറ്റും. 0.5 അല്ലെങ്കിൽ 0.5 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് ഫ്രാക്ഷൻ നമ്പറെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു എക്സാമ്പിളിൽ ഒരു നോട്ടായി കൊടുത്തിട്ടുണ്ട്. സം ഫ്രാക്ഷൻസ് ഗീവ് റെക്കറിംഗ് ഡെസിമൽസ്. ഫോർ എക്സാമ്പിൾ 1/3 = 0.333 എക്സെട്ര. അതായത് ചില നമ്പേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റെക്കറിംഗ് നമ്പേഴ്സ് ആയിരിക്കും ആൻസറായിട്ട് വരിക. അതായത് ആ നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ 1/3 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1/3. 3ൻ്റെ ടേബിളിൽ 1 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കോഷ്യൻ്റെ പൊസിഷനിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു 0 ഇടാൻ പറ്റും. അപ്പോൾ ഇവിടെ 10 ആയി. 3ൻ്റെ ടേബിളിൽ 10 ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന വേറൊരു നമ്പറാണ് 9. അപ്പോൾ 10ൽ 3 ടൈംസ് പോകും. 3 3s are 9. ഇനി മൈനസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 1 വരും. ഓൾറെഡി നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തത് കൊണ്ട് വീണ്ടും നമുക്കിവിടെ 0 ഇടാം. അപ്പോൾ വീണ്ടും 10ൽ 3 എത്ര ടൈംസ് പോകും? 3 ടൈംസ് പോകും. 9. മൈനസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും 1 വരും. ഇതിങ്ങനെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ 3 കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്, ചില കേസസിൽ ഇങ്ങനെ റെക്കറിംഗ് നമ്പേഴ്സ് ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് 0.33 2 ഡിജിറ്റ് എഴുതിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻ നമ്പേഴ്സിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ന്യൂമറേറ്റർ വാല്യൂവിനെ ഡിനോമിനേറ്റർ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. ഇനി തിരിച്ച് ഡെസിമൽ നമ്പേഴ്സിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് പ്ലേസ് വാല്യൂവിനെ കുറിച്ച് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്ലേസ് വാല്യൂസ് ഒന്ന് റീകോൾ ചെയ്യാം. 325.741. ഓക്കെ, അപ്പോൾ ഇതിൽ 5 1s പ്ലേസിൽ 2 10s 3 100s. ഓക്കെ, ഇനി പോയിൻറ്റിന് ശേഷമുള്ള നമ്പേഴ്സിൻ്റെ പ്ലേസസ് എങ്ങനെയാണ്? 7 1/10ൻ്റെ പ്ലേസിലാണ്. 4 1/100th പ്ലേസിൽ. 1 1/1000 പ്ലേസ്. ഓക്കെ, ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള നമ്പേഴ്സിൻ്റെ പ്ലേസസ് 1/10, 1/100, 1/1000. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലേസസ്. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ആ ഡെസിമൽ നമ്പറിലെ ഡെസിമൽ പോയിന്റ് മാറ്റുക.
അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ 0.5 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 0.5-ലെ ഈ ഡെസിമൽ പോയിന്റ് മാറ്റുന്നു. ഡെസിമൽ പോയിന്റ് മാറ്റുമ്പോൾ എന്ത് കിട്ടും? 0.5. ദാറ്റ് മീൻസ് ഇത് 5 തന്നെയാണ്. 0.5 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 എന്ന് എഴുതി. ഇനി ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഈ നമ്പറിൻ്റെ പ്ലേസ് എന്താ? 1/10 ആണ് അല്ലേ? അപ്പോൾ ഈ നമ്പറിൻ്റെ കൂടെ by10th അതിൻ്റെ ആ പൊസിഷൻ പ്ലേസ് ഇട്ട് കൊടുത്തു. അപ്പോൾ 5/10 ആയി. ആക്ച്വലി 0.5-ൻ്റെ ഫ്രാക്ഷൻ നമ്പർ നമുക്ക് 5/10 എന്ന് എഴുതാം. പക്ഷേ നോർമലി നമ്മളൊരു ഫ്രാക്ഷനായിട്ടൊരു വാല്യൂ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വാല്യൂ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഈ 5/10 നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ 5 എടുക്കുന്നു. അപ്പോൾ 5-ൽ 5 എത്ര ടൈംസ് പോകും? 1 ടൈം. 10-ൽ 5 എത്ര ടൈംസ് പോകും? 2 അല്ലേ? അപ്പോൾ നോക്കൂ, 5 എന്ന നമ്പറാണ് ഞാൻ ന്യൂമറേറ്ററിലും കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. അതേ നമ്പർ തന്നെ നമ്മൾ ഡിനോമിനേറ്ററിലും എടുക്കണം. ഓക്കെ, അല്ലാണ്ട് 2 ഡിഫറെൻറ്റ് നമ്പേഴ്സ് എടുക്കാൻ പറ്റില്ല. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ 5-നെയും 10-നെയും ഞാൻ 5 കൊണ്ട് തന്നെ കട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 1/2. ഓക്കെ, അപ്പോൾ 0.5-ൻ്റെ ഫ്രാക്ഷൻ നമ്പർ 1/2 ആണ്. ഓക്കെ, നമ്മളെപ്പോഴും ഫ്രാക്ഷൻ എഴുതുന്ന സമയത്ത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വാല്യൂയിലേക്കാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിന് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/2 എന്ന് കിട്ടി. ഇങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെയും ഡെസിമൽ നമ്പേഴ്സിൻ്റെയും ബേസിക് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ അഡീഷൻ. അപ്പോൾ ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ അഡീഷനാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ഒരു എക്സാമ്പിൾ. 2/4 and 3/4. ഓക്കെ, അപ്പോൾ 2/4 പ്ലസ് 3/4. ഇവിടെ നോക്കൂ, ഡിനോമിനേറ്റർ രണ്ടിലും സെയിം ആണ് അല്ലേ? ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് പ്ലസ് ചെയ്തിട്ട് ആ ഡിനോമിനേറ്റർ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 + 3 5 ബൈ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്, അപ്പോൾ 4. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ പ്ലസ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 5/4 ആണ്. ഇനി ഇതല്ലാത്ത ഡിനോമിനേറ്റർ സെയിം അല്ലാതൊരു ക്വസ്റ്റ്യൻ വന്നതെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. 1/2 പ്ലസ് 3/4. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കൂ, ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. അപ്പോൾ നമുക്കിത് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഡിനോമിനേറ്റർ സെയിം ആക്കുന്ന മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ക്രോസ് മൾട്ടിപ്ലിക്കേഷനും കാണിച്ചു തരാം. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ സെക്കൻഡ് നമ്പറിൽ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ 4, അത് ഇൻറ്റു ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഫ്രാക്ഷനിൽ മൊത്തമായിട്ടും സെക്കൻഡിലുള്ള ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഈ താഴെയും ഞാൻ 4 കൊണ്ട് ഇൻറ്റു ചെയ്തു, മുകളിലും 4 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഒരു ഫ്രാക്ഷൻ നമ്പറിൽ നമ്മൾ വേറൊരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അതേ നമ്പർ ന്യൂമറേറ്ററിലും ഇൻറ്റു ചെയ്യണം, ഡിനോമിനേറ്ററിലും ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഈ 1-ൻ്റെ കൂടെ ഞാൻ 4 ഇൻറ്റു ചെയ്തു, താഴെയുള്ള 2-ൻ്റെ കൂടെയും 4 ഇൻറ്റു ചെയ്തു. ഇനി സെക്കൻഡ് ഫ്രാക്ഷനിൽ ആദ്യത്തെ ഫ്രാക്ഷനിലുള്ള ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു ചെയ്തു, മുകളിലും 2 തന്നെ ഇൻറ്റു ചെയ്യണം. ഇങ്ങനെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യാം? ഒന്നുകൂടി ഇതിനെ മാറ്റി എഴുതണം. 1 × 4 4 ഡിവൈഡഡ് ബൈ 2 × 4 8 പ്ലസ് 3 × 2 6 ഡിവൈഡഡ് ബൈ 2 × 4 8. ഇപ്പോൾ നോക്കൂ, ആദ്യം ഞാൻ ചെയ്ത പോലെ തന്നെ ഡിനോമിനേറ്റർ രണ്ടും സെയിമായി. ഡിനോമിനേറ്റർ രണ്ട് സെയിമായി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് പ്ലസ് ചെയ്തിട്ട് ആ സെയിം ഡിനോമിനേറ്റർ അവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 4 + 6 10 ഡിവൈഡഡ് ബൈ താഴെ എന്താണ്? 8 ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രാക്ഷൻ നമ്പർ നമ്മൾ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പോൾ 10/8 രണ്ട് നമ്പറിലും കോമൺ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്
ചെയ്യാൻ പറ്റുന്നൊരു നമ്പറാണ് 2 അല്ലേ. അപ്പോൾ 10ൽ 2 എത്ര ടൈംസ് വരും? 5 ടൈംസ്. 8ൽ 2 എത്ര ടൈംസ് വരും? 4 ടൈംസ്. അപ്പോൾ 5/4. ഓക്കെ, 1/2 + 3/4ൻ്റെ ആൻസർ 5/4 ആണ്. ഇനി 5ലും 4ലും കോമൺ ആയിട്ട് ഏത് നമ്പർ കട്ട് ചെയ്യാൻ പറ്റില്ല. 5 താഴെ 4 ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കോമൺ ആയിട്ട് ഏത് നമ്പറും കട്ട് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ദ ഫൈനൽ ആൻസർ ഈസ് 5/4. ഓക്കെ, ഇതാണ് ഡിനോമിനേറ്റർ സെയിം ആക്കുന്ന മെത്തേഡാണ് ഇപ്പോൾ ഈ കാണിച്ചത്. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ എന്താണ്? 1 × 4 + 2 × 3. ഈ നമ്പേഴ്സ്, ഈ ഫ്രാക്ഷൻസ് പരസ്പരം ഇൻറ്റു ചെയ്യാം. അപ്പോൾ 1 × 4 + 3 × 2 ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് രണ്ടും പരസ്പരം ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2 × 4. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും 1 × 4 4 + 3 × 2 6 ഡിവൈഡഡ് ബൈ 2 × 4 8. അപ്പോൾ ആൻസർ 10/8. നോക്കൂ, നേരത്തെ മെത്തേഡിൽ നമുക്ക് 10/8 തന്നെ കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സിംപ്ലിഫൈഡ് ഫ്രാക്ഷനിലാക്കാൻ വേണ്ടിയിട്ട് ഈ 10ൽ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 5, 8നെ നമ്മൾ 2 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 4. അപ്പോൾ ആൻസർ ഈസ് 5/4. ഓക്കെ, ഇതാണ് ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ അഡീഷൻ, ആഡ് ചെയ്യുന്ന മെത്തേഡ്. ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഡെസിമൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ. ഇവിടെ നോക്കുക, 2.4 + 3.04 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഡ് ചെയ്യുന്ന സമയത്ത് നമ്പേഴ്സ് കറക്റ്റായിട്ട് ആ ഒരു അലൈൻമെൻറ്റിലായിട്ട് എഴുതണം. അപ്പോൾ 3.04. ഓക്കെ, ഇവിടെ പോയിൻറ്റിന് ശേഷം ഒരു ഡിജിറ്റാണ് ഫസ്റ്റ് നമ്പറിൽ, സെക്കൻഡ് നമ്പറിൽ പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഡിജിറ്റ്സ് പരസ്പരം കറക്റ്റായിട്ട് വേണം എഴുതാണെങ്കിൽ. അപ്പോൾ നോക്കൂ, നോർമലി പറഞ്ഞിട്ടുണ്ട് എന്താണ്, പരസ്പരം ഒരേ പ്ലേസസിലുള്ള വാല്യൂസാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഈ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ മുകളിൽ എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ആ 4 മാത്രം എഴുതി വെച്ചു. അടുത്തത് 4 + 0 = 4. ഇനി ഡെസിമൽ പോയിൻറ്റിന് അതേപോലെ ഇവിടെ എഴുതുന്നു 2 + 3 5. ഓക്കെ, അപ്പോൾ ആൻസർ 5.44. ഇതാണ് ആൻസർ. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് നമ്മൾ എന്താണ് നോർമലി ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആഡ് ചെയ്താൽ മതി. ഇനി ഒരു ക്യാരി ഓവർ ഉള്ളൊരു അഡീഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ക്യാരി ഓവർ ഉള്ളൊരു അഡീഷൻ 2.37 + 1.45. അപ്പം എന്ത് ചെയ്യുന്നു? 7 + 5 12, ക്യാരി ഓവർ 1, 3 + 4 7, 7 + 1 8. പോയിൻ്റ്, ഡെസിമൽ പോയിൻ്റ് കറക്റ്റായിട്ട് ഇട്ടു. 2 + 1 3. ഓക്കെ, അപ്പോൾ കറക്റ്റ് പ്ലേസസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഫ്രാക്ഷൻ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞ പോലെയും ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഈ നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷനും വരുന്നത്. ഓക്കെ, ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷനും ഡെസിമൽ നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷനും. നോക്കൂ, ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ 3/6 - 2/6. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പരസ്പരം 3/6 ആണ് ഇവിടെ. ഡിനോമിനേറ്റേഴ്സ് നോക്കൂ, സെയിം ആണ്. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് മൈനസ് ചെയ്താൽ മതി. 3 - 2 1 ഡിവൈഡഡ് ബൈ 6 ആയതുകൊണ്ട് 6 എഴുതി. ഡിനോമിനേറ്റർ 6 ആയതുകൊണ്ട് 6 എഴുതി, ഡയറക്റ്റ് ചെയ്തു. ഇനി ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം ആക്കുക. 1/2 4/2 മൈനസ് 3/2. ഇത് പറ്റില്ല. ഡിനോമിനേറ്റർ രണ്ട് സെയിം ആയിട്ടില്ല ഞാൻ എപ്പോൾ എഴുതിയത്. ഡിനോമിനേറ്റർ സെയിം അല്ലാത്തൊരു വാല്യൂ
3/4 മൈനസ് 1/2 ഇത് എഴുതി. ഇപ്പോൾ നോക്കൂ, ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. അപ്പം എന്ത് ചെയ്താൽ മതി? ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി രണ്ടാമത്തെ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്? 2. ആ 2 കൊണ്ട് ഈ 2 അവിടെയും ഇൻറ്റു ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പറിലെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 4 കൊണ്ട് താഴെയും മുകളിലും ഇൻറ്റു ചെയ്യുക. അപ്പോൾ 6/8 മൈനസ് 4/8. ആൻസർ 2/8. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഡിനോമിനേറ്റർ സെയിം അല്ലാത്ത കേസിൽ നേരത്തെ അഡീഷനിൽ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ്. ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും കിട്ടും. ഡെസിമൽ സബ്ട്രാക്ഷൻ മൈനസ് ആണെങ്കിലും നേരത്തെ അഡീഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലേസസിലുള്ള നമ്പേഴ്സ് മൈനസ് ചെയ്യുക. നോർമലി നമ്മൾ എങ്ങനെയാണോ മൈനസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ മൈനസ് ചെയ്താൽ മതി. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 4.76 മൈനസ് 3.05. 6 മൈനസ് 5 1. 7 മൈനസ് 0 7. 4 മൈനസ് 3 1. 1.71. നോർമലി നമ്മൾ മൈനസ് ചെയ്യുന്ന പോലെ തന്നെ മൈനസ് ചെയ്യുന്നു. ഇവിടെ ഒരു ഡെസിമൽ പോയിൻ്റ് ഉണ്ട്, അതാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ. ഇനി ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 2/3 ഇൻറ്റു 4/6 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ. നോർമലി ഇതാ 2/3 ഇൻറ്റു 4/6. ഓക്കെ. ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. 2 ഇൻറ്റു 4 8 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 6 18. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫ്രാക്ഷൻ നമ്പറെ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എത്തിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന നമ്പേഴ്സ് 2 എടുത്തു. അപ്പോൾ 8ൽ 2 എത്ര ടൈംസ് പോകും? 4 ടൈംസ്. 18ൽ 2 എത്ര ടൈംസ് പോകും? 9 ടൈംസ്. ഓക്കെ. അപ്പോൾ ദ സിംപ്ലസ്റ്റ് വാല്യൂ 4/9. 4ലും 9ലും ഇനി കോമൺ ആയിട്ട് ഏത് നമ്പർ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. അതുകൊണ്ട് 4/9 ആണ് ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ. മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്ററിനെ കറക്റ്റ് ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഡെസിമൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ 0.4ഉം 0.3യും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഡെസിമൽസ് ഒഴിവാക്കിയിട്ട് ആ നമ്പേഴ്സിന് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0.4ഉം ഇൻറ്റു 0.3. ഇതിൽ ഈ ഡെസിമലും 0 ഒക്കെ ഒഴിവാക്കിയിട്ട് 4നെയും 3നെയും ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 4 3s are 12. ഇനി ഇതിന് ശേഷം എന്ത് ചെയ്യുക? ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ നമ്പറിൽ ഡെസിമൽ പോയിൻ്റ് കണ്ട് 1 ഡിജിറ്റ്, സെക്കൻഡ് നമ്പറിലും ഡെസിമൽ പോയിൻ്റ് കണ്ട് 1 ഡിജിറ്റ്. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് ശേഷം ടോട്ടലി 2 ഡിജിറ്റ് വരുന്നുണ്ട്. ആദ്യത്തേലും 1ഉം രണ്ടാമത്തേലും 1ഉം, അങ്ങനെ 2 എണ്ണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുക. അതായത് കൗണ്ട് ചെയ്യേണ്ടത് ഇവിടെ തന്നെയാണ്, ഈ എൻഡിൽ നിന്ന് കൗണ്ട് ചെയ്യണം. 1 2 ഇത് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടണം. അപ്പോൾ 0.12. ഓക്കെ. ഇനി 2.4ഉം 1.3ഉം ഉണ്ട്. അതിനെന്ത് ചെയ്യുക? പോയിൻ്റ് ഒഴിവാക്കിയിട്ട് 24 ഇൻറ്റു 13 ചെയ്യാം. ഓക്കെ. 3 ഇൻറ്റു 4 12, 1 ക്യാരി ഓവർ 1, 2 ഇൻറ്റു 3 6, 6 പ്ലസ് 1 7, 1 ഇൻറ്റു 4 4, 1 ഇൻറ്റു 2 2. ഇനി ഇതിന് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 2 7 പ്ലസ് 4 11, 1 ക്യാരി ഓവർ 1, അപ്പോൾ 3. അപ്പോൾ 312 കിട്ടി. പക്ഷേ നോക്കൂ, 2.4 ഡെസിമൽ പോയിൻ്റ് കണ്ട് 1 ഡിജിറ്റ്, 1.3 ഡെസിമൽ പോയിൻ്റ് കണ്ട് 1 ഡിജിറ്റ്. അപ്പോൾ 1 + 1 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിൻ്റ് ഇടുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ നമ്പറിൽ നിന്ന്, ഈ എൻഡിലുള്ള നമ്പറിൽ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ നോക്ക് 1 2 2 നമ്പർ കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിൻ്റ് ഇടണം. അപ്പോൾ 3.12 ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് മാറ്റിയിട്ട് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഓരോ ഡിജിറ്റിലും എത്ര നമ്പർ കഴിഞ്ഞിട്ടാണോ ഡെസിമൽ നമ്പർ ഉള്ളത് അതിനനുസരിച്ച് കൗണ്ട് ചെയ്തിട്ട് ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. ഫ്രാക്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് വെച്ചാൽ ഫ്രാക്ഷൻസ് ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഡിവിഷൻ നമ്പേഴ്സ് ഡിവിഷൻ ചെയ്യേണ്ടത്, ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ എന്താണെന്ന് വെച്ചാൽ 2/3 ഡിവൈഡഡ് ബൈ 4/5. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ. 2/3 ഡിവൈഡഡ് ബൈ 4/5.
ഇതെന്താ ചെയ്യേണ്ടതെന്നറിയോ? തിരിച്ച് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ആദ്യത്തെ നമ്പറിനെ അവിടെ അങ്ങനെ എഴുതുന്നു. സെക്കൻഡ് നമ്പറിനെ എഴുതുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക അറിയോ? ഇവിടെ ഒരു ഇൻറ്റു കൊടുക്കുക. ഈ ഡിവിഷൻ മാറ്റിയിട്ട് ഇൻറ്റു ആക്കുക. 4/5 ഒന്ന് തിരിച്ചെഴുതുക. 5/4 ആക്കുക, റെസിപ്രോക്കൽ ആക്കുക. ഓക്കെ, റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ഈ ഡിവിഷൻ്റെ ആൻസർ കിട്ടും. ഇനി എന്താണ്? ഇനി ഇൻറ്റു ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? 2 × 5 10 ഡിവൈഡഡ് ബൈ 3 × 4 12. ഓക്കെ, അപ്പോൾ ഒരു രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ വരുന്ന സമയത്ത് ആദ്യത്തെ നമ്പർ അതേപോലെ എഴുതുക. അതിനുശേഷം ആ ഡിവിഷൻ്റെ സൈന് മാറ്റിയിട്ട് ഇൻറ്റു ആക്കിയിട്ട് രണ്ടാമത്തെ ഫ്രാക്ഷൻ നമ്പർ റെസിപ്രോക്കലായിട്ട് എഴുതുക, തിരിച്ചെഴുതുക. ഓക്കെ, തിരിച്ചിട്ട് ഗുണിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 10/12 കിട്ടി. ഇനി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഫ്രാക്ഷൻ നമ്പറിനെ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ 10ൽ 2 5 ടൈംസ്, 12ൽ 2 6 ടൈംസ്. സോ ദ ആൻസർ ഈസ് 5/6. ഇങ്ങനെയാണ് ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ. ഇനി ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ എന്താണ്? നേരത്തെ മൾട്ടിപ്ലിക്കേഷനും മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്താൽ മതി അറിയോ? ഫ്രാക്ഷൻ നമ്പേഴ്സിലെ ഡെസിമൽ നമ്പേഴ്സിലെ ഈ പോയിൻ്റ് മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1.2 ആണ്. 1.2ൽ പോയിൻ്റ് മാറ്റുമ്പോൾ 12 ഡിവൈഡഡ് ബൈ 0.3ൽ പോയിൻ്റ് മാറ്റുമ്പോൾ 3. അപ്പോൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും ആൻസർ? 4 ആണ് ആൻസർ വരിക. ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യണം അറിയോ? നേരത്തെ നമ്മൾ കൗണ്ട് ചെയ്ത പോലെ ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഒരു ഡിജിറ്റ്, ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഒരു ഡിജിറ്റ്, രണ്ട് നമ്പറിലും. അപ്പോൾ 2 എണ്ണമായി. അപ്പോൾ നമ്മൾ ഈ നമ്പർ കഴിഞ്ഞിട്ട് 2 0 അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതാണ് ഡെസിമൽ ഡിവിഷനിൽ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷൻ. ആ പോയിൻ്റ് മാറ്റിയിട്ട് ആ ഡിജിറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു. അതിന് ശേഷം ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നു. ഇത് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.